ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കാശ്മീരിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഫ്രൂട്ട്, ഒരു ഫലം, അത് നമുക്കറിയാം, അതിൻ്റെ ഒരു തോട്ടത്തിലാണ്. ഗുൽമർഗ് റൂട്ടിൽ. ഇപ്പോൾ ഗുൽമർഗിൽ അവിടെ കേബിൾ കാറിൻ്റെ റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. തിരിച്ചു വരുന്ന വഴി ശ്രീനഗർക്ക് ഏകദേശം 30 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഒരു ആപ്പിൾ തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അടിപൊളിയായിട്ടുള്ള ആപ്പിൾ മരങ്ങൾ, അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ആപ്പിൾ മരങ്ങളാണ്. ഈ പറയുന്ന ഈ ആപ്പിളുകൾ ഇത് ഇപ്പോൾ പാകമായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ഒരുപാട്, ഇതൊരു വലിയ തോട്ടമാണ്. ഇവിടെ ഒരുപാട്, ഈ കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ ആപ്പിളുകളെ കുറിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി, അതുപോലെ ആപ്പിള്, ഇങ്ങനെ പറയുന്നതൊക്കെയാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആപ്പിൾ മരം നേരിട്ട് കാണുക അവിടെ, ഇത് നമ്മൾ കരുതുന്നത് ഇത് കുറച്ചുകൂടി ഹാർഡാണെന്നാണ്. പക്ഷേ ഇത് തൊടുമ്പോഴേക്കും അത് പറഞ്ഞു പോരുകയാണ്. ഇത് തൊടുമ്പോഴേക്കും അത് പറഞ്ഞു പോരും. ഇവിടെ ഇപ്പോൾ ഇത് വളരെ ഒരു സീസൺ ടൈമാണ്. ഈ സീസൺ ടൈമിൽ ഇവിടെ ഇത് ഒരു കിലോ 50 രൂപ മുതൽ, നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ആപ്പിളുകൾ 50 രൂപ മുതലാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരത്തിൽ തന്നെ ഏകദേശം ഒരു 500-ലധികം ആപ്പിളുകൾ പൂത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോ ചില്ലകളും ഓരോ കൊമ്പും അതിൽ അത്രയും ആപ്പിളുകൾ, അത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ വീഴാതിരിക്കാൻ കൃത്യമായിട്ട് കമ്പ് കൊടുത്തതാ. ഈ കമ്പുകൾ കാണുന്നില്ലേ, കമ്പ് കൊടുത്ത് കുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മരത്തിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളാണ്. ഈ ബ്രാഞ്ചുകളിൽ ഒരുപാട് ആപ്പിളുകളാണ് ഇതിലുണ്ടാകുന്നത്. ഇത് കാരണം നമ്മുടെ നാടുകളിൽ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി ഉണ്ടാവാത്ത, അല്ലെങ്കിൽ എവിടെയും കാണപ്പെടാത്തതായിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ, ഇതൊരു പ്രോവർബാണല്ലോ. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്നത് തന്നെയാണ്. ഇവിടെ നിന്ന് ഞങ്ങളത് പൊട്ടിച്ച് കഴിക്കുന്നു. അത് വളരെ, ഇപ്പോൾ നമ്മൾ ഇതിന് തേനി മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ കാണാവുന്നത് കൃത്യമായിട്ട് ഇതിനൊക്കെ നല്ലതുപോലെ തെളിച്ചിട്ടുണ്ടായിരിക്കും ഇതിനൊക്കെ മരുന്നുകൾ. പക്ഷേ ഇതിലൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രിസർവേഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ തെളിച്ചതായിട്ട് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഈ തോട്ടത്തിൽ നിൽക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് ഈ തോട്ടത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഈ തോട്ടത്തിൽ വന്ന് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവർ തന്നെ റീൽസ് ചെയ്യുന്നവരുണ്ട്, അവിടെ ആപ്പിൾ കച്ചവടമാക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ബോക്സ് ചെയ്യുന്നതും അങ്ങനെ പറയുന്നതൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആപ്പിൾ മരങ്ങൾ, ഇത് ഏകദേശം ഒരു 100-500ഓളം ആപ്പിൾ മരങ്ങൾ തന്നെ ഈ ഒരു പ്ലാന്റേഷനിലുണ്ട് എന്നുള്ളതാണ് ഇവർ ഇവിടെ പറയുന്നതിൻ്റെ ഓണർ പറയുന്നത്. ഇദ്ദേഹത്തിന് കൊച്ചിയുമായിട്ട് നല്ലൊരു കണക്ഷനുള്ള ഒരു ഓണറാണ്. അവർ നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് കൂടി പ്രത്യേകമായിട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.